സീസൺ 3 സജന ഫിറോസിനെ പുറത്താക്കിയതുപോലെ അഭിഷേക് ശ്രീകുമാറിനെയും ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് പുറത്താക്കണം. ഇത് പറഞ്ഞു വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗെയിം ചേഞ്ചർ ബിഗ് ബോസ് മലയാളം സീസൺ 4 റിയാസ് സലീം ഒരു വീഡിയോ ആയിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, എന്ത് ക്വാളിറ്റിയാണ് ഈ ഷോക്ക് ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അടിപൊളി ഇംഗ്ലീഷ് വീഡിയോ 3 പ്രാവശ്യം കണ്ടിട്ടാണ് ഞാനത് ഡീകോഡ് ചെയ്തെടുത്തത്. നമ്മുടെ LGBTQ കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗമായ റിയാസ് സലീം ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ നമുക്ക് എന്താണ് അത്ഭുതമുണ്ടാകും. തീർച്ചയായിട്ടും റിയാസിന്റെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്തൊക്കെയായാലും അഭിഷേക് ശ്രീകുമാറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ റിയാസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അഭിഷേക് ജയദീപിനെ എതിർക്കുന്നതും വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് LGBTQ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകളെ അപമാനിക്കുന്നു. അവർക്ക് നമ്മുടെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ അഭിഷേക് ശ്രീകുമാർ പറയുന്ന ഓരോ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കണ്ടിട്ട് LGBTQ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായ വ്യക്തികൾ സൂയിസൈഡ് ചെയ്യാൻ വരെയും സാധ്യതയുണ്ട്. അത്രയും പ്രശ്നക്കാരനായ വ്യക്തിയെ, അല്ലെങ്കിൽ അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെ, സജന ഫിറോസിനെ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 3 ഫിറോസിനെ പുറത്താക്കിയതുപോലെ പുറത്താക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ റിയാസ് സലീം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നീട് റിയാസ് പറയുന്ന ഒരു കാര്യം, കോണ്ടന്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഷോയുടെ TRPക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇവന്മാരെ പോലുള്ള വ്യക്തികളെ കൊണ്ടുവരികയല്ല. നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുക്കളെ എതിർക്കുന്ന ഇസ്ലാമികളെയും അതുപോലെ തന്നെ ഇസ്ലാമികളെ എതിർക്കുന്ന മറ്റുള്ള സമുദായക്കാരെയും കൊണ്ടുവരൂ, അങ്ങനെ TRP റേറ്റിംഗ് ഉണ്ടാക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്യില്ല. കാരണം കേരളം പിറ്റേ ദിവസം മുതൽ കത്തും ബിഗ് ബോസ് എന്ന ഷോ അവസാനിപ്പിക്കേണ്ടി വരും. LGBTQ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ എതിർക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെ കൊണ്ടുവന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവരെ എങ്ങാട് തൂത്ത് വാരിക്കളയാം ഇവനെപ്പോൾ ഒരു വ്യക്തിനെ കൊണ്ടുവന്നിട്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഒന്നാണ്. ബിഗ് ബോസ് ഇത്തരത്തിലൊരു തോന്നിയവാസം കാണിക്കരുത്. ബിഗ് ബോസിൽ ഒരു അംഗമായ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, സജന ഫിറോസിനെ പുറത്താക്കിയതുപോലെ സീസൺ 6 നിന്ന് അഭിഷേക് ശ്രീകുമാറിനെ പുറത്താക്കണം. അങ്ങനെയാണ് നമ്മുടെ റിയാസ് സലീം ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇതിനകത്ത് സത്യാവസ്ഥ പറയുന്ന സമയത്ത് ബിഗ് ബോസ് എന്ത് വിചാരിച്ചിട്ടാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കൊണ്ടുവന്നത്? കൃത്യമായിട്ട് അഭിഷേക് ജയദീപിന്റെ ഒപ്പം വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ഇഷ്യൂസ് എല്ലാനും ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ തന്നെയാണ്. നമ്മുടെ ജാൻമോണിയും അതുപോലെ തന്നെ ഈ പറയുന്ന അഭിഷേക് ജയദീപിനെയും കട്ടക്ക് എതിർത്ത് നിൽക്കാൻ വേണ്ടിയും ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞ സാലറി കൊടുത്തിട്ട് അഭിഷേക് ശ്രീകുമാറിനെ കൊണ്ടുവന്നത്. അല്ലാതെ ബിഗ് ബോസിന് പുണ്യം കിട്ടാനൊന്നുമല്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് പോയ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ. അത്തരത്തിൽ നല്ല രീതിയിൽ ഈ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ സാലറി കൊടുത്തിട്ട് ബിഗ് ബോസ് കയറ്റിയാക്കണത്. ഇത് അദ്ദേഹത്തിന്റെ ഗെയിമാണ്. പുറത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ബിഗ് ബോസിന്റെ അകത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ എതിർത്തുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഇത് അഭിഷേക് ശ്രീകുമാറിന്റെ ഗെയിമാണ്. ആ ഗെയിമിന് വേണ്ടിയാണ് ബിഗ് ബോസ് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഈ ഒരാളെ കയറ്റി വിട്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിം കളിക്കാതെ അവിടെ അഭിഷേക് ശ്രീകുമാർ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു കൊടുത്ത കാശ് മുതലാവോ ബിഗ് ബോസിന്? തീർച്ചയായിട്ടും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് അഭിഷേക് ശ്രീകുമാർ കൃത്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എല്ലാ LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എതിർക്കാറില്ല. ആ സന്ദേശം പുറത്തെ ഫാമിലി ഓഡിയൻസിനോട് അല്ലെങ്കിൽ പുറത്തെ മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഈ ഒരു ഷോ കാണുന്നതാണ്. അവർക്കറിയില്ല ഇതെന്താണ് LGBTQ കമ്മ്യൂണിറ്റി എന്താണ്, ഗേ എന്താണ്, ലെസ്ബിയൻ എന്താണ്. അങ്ങനെ ഒരു പരിപാടിയൊന്നും ഈ ചെറിയ പിള്ളേർക്ക് അറിയില്ല. നമുക്കറിയാം ചെറിയ പിള്ളേരാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ ഫാൻസ് എന്ന് പറയുന്നത്. അവർ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ചെകഞ്ഞെടുത്ത് എന്താണെന്ന് അറിഞ്ഞ് ആകെ മൊത്തം തലക്ക് ഭ്രാന്താവും. അതുകൊണ്ട് ഇമാതിരി ഐറ്റംസ് പുറത്തുള്ള ആളുകളിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പോലെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളെയാണ് അഭിഷേക് ശ്രീകുമാർ എതിർക്കുന്നത് എന്നാണ് കൃത്യമായിട്ട് ആ ഒരു ഷോയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് ബിഗ് ബോസ് എപ്പിസോഡിലും ലൈവിലും ടെലികാസ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. അഭിഷേക് ജയദീപ് ഇതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിനെ പറ്റി നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. പുള്ളിയുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ കാണാം. നല്ല രീതിയിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ജയദീപ്. പിന്നീട് ഒരു കാര്യം പറയാനാണെങ്കിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടേതായ
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെർസ്പെക്റ്റീവ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യം. അദ്ദേഹത്തിന് തോന്നിയത് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് വേണമെങ്കിലും ഒന്നല്ല, അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാം. അത് പറയാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ കയറ്റിവിട്ടിരിക്കുന്നത്. ബിഗ് ബോസിന് തീർച്ചയായിട്ടും അറിയാം, അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് എന്റെ മുകളിൽ തീർച്ചയായിട്ടും അറിയാം, ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിക്കും. ഇത് വലിയൊരു കോണ്ടന്റ് ആയിട്ട് മാറും. ഒരുപാട് ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് പിന്നീട് അവർ ഇതിനെപ്പറ്റി സംസാരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ കയറ്റിവിട്ടിരിക്കുന്നത്. അല്ലാതെ ബിഗ് ബോസ് ഒരു പൊട്ടനൊന്നുമല്ല. ഇത്രയും വർഷങ്ങൾ ഈ ഒരു ഷോ നടത്തിയ എന്റെ മോൾ എന്ന് പറഞ്ഞ കമ്പനി ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോണ്ടന്റ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പൊ ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ വന്നിട്ട് വെറും 3 ഡേയ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പോളുകളിലും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വളരെ വലിയ വ്യത്യാസത്തിന്. ഇത്രയും നാൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായ ഈ പറഞ്ഞ ഋഷി, ജിൻഡോ, ജാസ്മിൻ, ഗബ്രി ഇവരെയൊക്കെ അപേക്ഷിച്ചിട്ട് 1ാം സ്ഥാനത്ത് വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് ഇപ്പൊ കയറിയ 6 വൈൽഡ് കാർഡ് എൻട്രികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കമ്മ്യൂണിറ്റി പോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയൊരു പെർസെൻറ്റേജ് വോട്ടിന്റെ വ്യത്യാസമാണ് നമ്മൾ അഭിഷേക് ശ്രീകുമാറിനുള്ളത്. ഭയങ്കര വലിയ സപ്പോർട്ട് ഉണ്ട് പുള്ളിക്കാരന് പുറത്ത്. കാരണം പുള്ളി പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ അഭിഷേക് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇത് കാണുന്ന ആൾക്കാർ മണ്ടന്മാരായിട്ടല്ല. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങൾ പോയിന്റ് ആണ്. അത് ഡീകോഡ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു റിയാസ് സലീം വിചാരിച്ചത് കൊണ്ട് അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് സാധിക്കില്ല. പിന്നീട് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നാൽ എന്തൊക്കെയായാലും പുറത്തു പോകേണ്ടി വരും. കാരണം നമ്മുടെ LGBTQ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിനെ എതിർക്കാം. ആ കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗത്തിനെ പിക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് എതിർക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഓരോരുത്തരുടെ പോസ്പെക്റ്റീവ് ആണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്താണ് എല്ലാവരെയും അറിയിച്ചുകൊണ്ടോ അറിയിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. അഭിഷേക് ശ്രീകുമാർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. കല്യാണം കഴിച്ച് ജീവിക്കുന്ന മാന്യമായി നടക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളെ മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ. കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും എതിർക്കുന്നില്ല. അങ്ങനെയല്ല പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ കൃത്യമായിട്ട് പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സപ്പോർട്ടേഴ്സ് പുള്ളിക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഗെയിമാണ് പുള്ളി കളിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അടിപൊളി കോണ്ടന്റുകൾ തരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. പിന്നെ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കാതിരിക്കാതെ, ഇപ്പൊ അഭിഷേക് ജയദീപ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജാൻമണി ആയിക്കൊള്ളട്ടെ, മറ്റുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആരെയോ ആയിക്കൊള്ളട്ടെ, ആരെയും ജീവിതത്തിലേക്ക് കയറി കടന്നാക്രമിക്കരുത്. അവരുടെ ജീവിത ശൈലിയും അവർ ജീവിക്കുന്ന രീതിയും തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ഒരു അവകാശവും ഒരു അഭിഷേക് ശ്രീകുമാറിനില്ല. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ആസ്പദമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ എതിർക്കാനായിട്ടുള്ള എല്ലാ അധികാരവും ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ അഭിഷേക് ശ്രീകുമാറിനുള്ളത് തന്നെയാണ്. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ തന്നെയാണ് പുള്ളി ബിഗ് ബോസിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ചുരുങ്ങിയ നാളുകൊണ്ട് അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്